അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ വീടിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് പല ആളുകളും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് വരച്ച പ്ലാനുകൾ കുറ്റിയടിക്കുന്ന സമയത്ത് മാറ്റേണ്ടി വരുന്നൊരു പ്രശ്നം. അപ്പോൾ അത് പലപ്പോഴും പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച പോലെ വീട് വരാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഗണിക്കാം? അതെന്താണ് അതിൻ്റെ ശരിയായ രീതി? ഞാൻ എങ്ങനെയാണ് അതിന് ഫോളോ ചെയ്യുന്നത്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ വീട് ചെയ്യാൻ നമ്മളൊരു സ്ഥലം കണ്ടെത്തി. അപ്പോൾ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് വീട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം നമ്മളെ പോലത്തെ ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുക. എന്നിട്ട് അതിൽ നമ്മളിപ്പം എങ്ങനെ ഒരു വീട് ചെയ്യാം, ഇതിലെന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഫ്രണ്ട് പടിഞ്ഞാറെന്നാണെങ്കിൽ അതിൻ്റെ കിച്ചൺ ഏത് ഭാഗത്ത് വരണം, ഏതൊക്കെ ഭാഗത്ത് ബാത്റൂം പരിഗണിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്നിട്ട് നിങ്ങളൊരു പ്ലാൻ വരയ്ക്കാൻ, ഇപ്പോൾ നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കും. അതല്ല നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്ലാൻ വരയ്ക്കുക. എന്നിട്ട് അത് നമുക്കൊന്ന് വന്ന് കാണിക്കുക. നമ്മളോട് ഓക്കെ പറഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു ദിവസം കുറ്റിയടിക്കാം. ഇതാണ് നമ്മളെ രീതി. അതായത് ഇപ്പോൾ ഒരു വീട് സാധാരണ നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ആർക്കിടെക്റ്റിനെ കാണുന്നു, പ്ലാൻ വരയ്ക്കുന്നു, എന്നിട്ട് എല്ലാം ശരിയായതിൻ്റെ പ്ലാനൊക്കെ റെഡി ആയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഒരു കുറ്റിയടിക്കുന്ന സമയത്തായിരിക്കും സാധാരണ ഇങ്ങനെ നോക്കുന്ന ഒരാൾ കാണുക. അപ്പോൾ അവർ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറയും. അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കും, ഇത് ശരിയല്ല, അത് ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മാറ്റാൻ പറയും. അപ്പോൾ ആ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഈ വീടിൻ്റെ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനൽ പ്ലാൻ ആവാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടാവും. ആ പരിഗണനകളൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാതാവും. അവരത് മാറ്റാൻ പറഞ്ഞ് പിന്നെ അത് ആർക്കിടെക്റ്റിന് ഹെർട്ടാവും. നിങ്ങൾക്കാണെങ്കിൽ ഇതെന്തെങ്ങനെ, പക്ഷേ പ്രായമുള്ളവർ ഇയാൾ പറഞ്ഞ് എന്തായാലും കേൾക്കണം എന്ന് പറയും. അപ്പോൾ പിന്നെ അവിടെ കൺഫ്യൂഷനായി, ഇങ്ങനെ വിശ്വാസത്തിന് തന്നെ അതെല്ലാം നമുക്ക് പരിഗണിക്കണം എന്നുള്ള കാര്യങ്ങൾ പോലും പലപ്പോഴും നമ്മൾ പരിഗണിക്കാതെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇവർ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യും. അപ്പോൾ നമുക്കത് ചിലപ്പം ഒത്തുപോകാനൊക്കെ പറ്റാൻ അതുകൊണ്ട് ശരിയായില്ല, നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ അതിന് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാവുമ്പം നമുക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ആദ്യം നമ്മളൊരു സ്ഥലം കാണാം. സ്ഥലം കണ്ടതിന് ശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ദിശ വരിക, ആ ദിശക്കനുസരിച്ച് നമ്മളെങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് പരിഗണിച്ച് ചെയ്യും. ഇനിയിപ്പോൾ മണ്ണെടുക്കണമെങ്കിൽ അങ്ങനെ അത് പരിഗണിക്കും. നിങ്ങളിപ്പോൾ കോണ്ടൂർ സർവേ ഒക്കെ ചെയ്തതിൻ്റെ ശേഷം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോണ്ടൂർ സർവേ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി, ഇപ്പോൾ കിണറിൻ്റെ സ്ഥാനം, മറ്റേ സ്ഥാനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ആർക്കിടെക്റ്റിനെ നമ്മൾ സമീപിച്ചു, അവരൊരു പ്ലാൻ വരച്ചു, നമ്മളതിൽ ദിശ ഇപ്പോൾ അവർ പരിഗണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നീട് കുറ്റിയടിക്കാൻ വരുന്ന ആൾ ദിശയ്ക്ക് കോമ്പസ് വെച്ച് അടിക്കുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങോട്ട് കയറും, ഇങ്ങോട്ട് കയറും, വിചാരിച്ച സ്ഥലം കിട്ടിയില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിച്ചിട്ട് നമ്മളെ പ്ലാനും നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആർക്കിടെക്റ്റിന് കൃത്യമായ പിക്ചറും കിട്ടും, കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഇനി നമ്മളായിട്ട് നേരിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആർക്കിടെക്റ്റ് ഉണ്ട്. അപ്പം ചില ആളുകളിപ്പം നമ്മളെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ഇന്ന ആളെ തന്നെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് നമുക്ക് അവരെയും കൂടി കാണിച്ചതിന് ശേഷം റിക്വയർമെൻറ്റ് നമ്മൾ പറയാമെന്ന് പറയുന്ന ആളുകളുണ്ട്. ആർക്കിടെക്റ്റ് നമ്മൾ നേരിട്ട് വിളിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഇപ്പം ചില ആർക്കിടെക്ട്സ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് അറിയുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്. അവർ ഇപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പറയും നമ്മൾ ഇങ്ങനെ തുറാവുതങ്ങളെ കൊണ്ടാണ് പ്ലാൻ നോക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുക. നമ്മൾ റിക്വയർമെൻറ്റിൽ അതും കൂടി പറഞ്ഞിട്ടായിരിക്കും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് അത് ഫൈനൽ ആയതിൻ്റെ ശേഷം ആണ് നമ്മൾ സ്ഥലത്തേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ നമുക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഞാനെങ്ങനെ എന്നെ ഒരാൾ കുറ്റിയടിക്കാൻ വിളിച്ചാൽ നമ്മൾ പോയി കുറ്റിയടിച്ച് വരുന്ന പരിപാടിയില്ല. നമ്മൾ അവരോട് പറയലും, ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ആക്കിയെങ്കിൽ പോലും എനിക്ക് ആദ്യം ആ സ്ഥലം കാണണം. സ്ഥലം കണ്ടതിന് ശേഷം നമുക്ക് ആ പ്ലാനും, ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാനും സ്ഥലവും കണ്ടതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുത്തിയതിന് ശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ ഒരു ദിവസം വന്ന് കുറ്റിയടിക്കാമെന്ന് പറയാം. അല്ലെങ്കിൽ വേറെയും പ്രശ്നങ്ങൾ, നമ്മൾ കുറ്റിയടിക്കുന്ന സമയത്ത് നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതപ്പോൾ നോ പറയാനോ, അല്ലെങ്കിൽ അപ്പോൾ അവിടെ വെച്ചിട്ട് ആളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ അതൊരു സംസാര വിഷയമാക്കാനോ പറ്റില്ല. എന്നാൽ തന്നെ നമ്മൾ ഇനി എത്ര പ്ലാൻ കറക്റ്റാക്കി കൊണ്ടുപോയാൽ പോലും
ചില പിന്നെ കാരണവന്മാരും ഇവരൊക്കെ ചിലപ്പോൾ അവിടെ വെച്ചാണ്ട് തന്നെ പ്ലാനിനെ അങ്ങനെ ആക്കിക്കൂടെ അങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരാളെ കൊണ്ടുവന്ന് അത് കൃത്യമായിട്ട് നോക്കി അവരും കൂടി ഇൻവോൾവ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് വളരെ സുഖമായിരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ താറായിട്ടുണ്ട്. അപ്പോൾ താറ ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു കുടുംബക്കാരെ വീട് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഇവിടെ വെച്ചിട്ട് പോത്തിന് അറവോ അങ്ങനെ എന്തോ നടന്നിട്ടുണ്ടായി. അപ്പോൾ അത് അറുത്ത് കഴിഞ്ഞ പാടന്നെ ഇപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലുള്ള ആളുകൾക്ക് മേല് ചൊറി അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുണ്ടായി. അപ്പോൾ അത് ഇവരോട് പറഞ്ഞ സമയത്ത് പിന്നെ ഇവർക്ക് ഭയങ്കര സംശയമായി. ഇവിടെ താമസിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ പേരിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരാളെ ഫോളോ ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോട് തന്നെ കറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റും, അവരോട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പോകുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പല ആളുകളെയും ഫോളോ ചെയ്ത് പല കാര്യങ്ങളും ഒരു കൃത്യത ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മളെ പ്ലാന് വീട് അങ്ങോട്ടും എത്തൂല എന്നുള്ള രീതിയിലാവും. പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ ചില വീടുകളൊക്കെ ചിലപ്പോൾ നമ്മൾ പൂർത്തിയായതിൻ്റെ ശേഷം, അതായത് ഇപ്പോൾ ചിലപ്പോൾ വീട് പ്ലാൻ ചെയ്തത് അവരുടെ കുടുംബക്കാരെങ്കിലും ആയിരിക്കും, അവർ നാട്ടിലൊക്കെ ഗൾഫിലൊക്കെ ആയിരിക്കും. അപ്പോൾ പ്ലാനൊക്കെ ചെയ്ത് കുറ്റിയൊക്കെ അടിച്ച് വേറൊരാൾ കുറ്റി അടിച്ചു എന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ആളുകളെ കൊണ്ടുവന്ന് അത് പൊളിക്കേണ്ടി മറ്റേ രീതികളൊക്കെ സാധാരണ ഇത് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരാളെ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളൊരു കുറ്റി അടിച്ച സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളാണ് അതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാൻ പറ്റും, ഇതെന്തെങ്ങനെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയി. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും സ്ഥാനമൊക്കെ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിപ്പം പടിഞ്ഞാറാണ് ഫ്രണ്ട്, അപ്പോൾ നമ്മൾ ആ പടിഞ്ഞാറിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിക്കുക. ചില സ്ഥലത്ത് ക്രോസ് വെന്റിലേഷനൊക്കെ നിർബന്ധമായിട്ടും പരിഗണിക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആർക്കിടെക്റ്റിനോട് പറയും ഇങ്ങനെ എന്തായാലും ക്രോസ് വെന്റിലേഷൻ വേണം. ചില സ്ഥലത്ത് ചിലപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും പടിഞ്ഞാറ് കിഴക്ക് വേണമെന്നില്ലെങ്കിലും ചിലപ്പോൾ തെക്ക് വടക്ക് വേണമെന്നുണ്ടാവും, ചിലപ്പോൾ തെക്ക് കിഴക്ക് നിർബന്ധമായിട്ടും വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് പൊളിക്കേണ്ടി വരും, അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അതിൽ പിന്നെ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും. പിന്നീട് പൊളിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഉടമസ്ഥന് അത് അധിക ചിലവുകൾ വരും. പിന്നെ ഒന്നാമത്തെ പ്രശ്നമാണ് നമ്മളിപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ കാണിച്ച് ഒരു പ്ലാനൊക്കെ ചെയ്ത് സെറ്റായതിൻ്റെ ശേഷം പിന്നീട് ഒരു കുറ്റിയടിക്കുന്ന ആൾ വന്നിട്ട് ആ പ്ലാൻ ഒന്നായിട്ട് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഡോറൊക്കെ മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ബാത്റൂം പറ്റില്ല, ഇവിടെ പറ്റും, ഇവിടെ റൂം പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ പ്ലാൻ തന്നെ പറ്റില്ലാതാവും. അപ്പോൾ നമ്മൾ എത്രയോ ദിവസത്തോളം മെനക്കെട്ട് നമ്മളും ആർക്കിടെക്റ്റൊക്കെ മെനക്കെട്ട് ഉണ്ടാക്കിയ പ്ലാൻ ഒന്നായിട്ട് ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ആദ്യം തന്നെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ നമ്മൾ വന്ന് നോക്കിയ സ്ഥലങ്ങൾ, നമ്മൾ പോയ സ്ഥലങ്ങൾ, ഇപ്പോൾ കണ്ണൂരായാലും കാസർഗോഡായാലും കൊല്ലത്തായാലും ഒക്കെ നമ്മൾ പോയി നോക്കിയാൽ നമ്മൾ കുറ്റിയടിച്ച്, ഇപ്പോൾ ഇവിടെ അടുത്തെവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കുറ്റിയടിച്ച സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ആദ്യം വന്ന് നോക്കും, എന്നിട്ട് നിങ്ങൾ പ്ലാനാക്കും, എന്നിട്ട് പ്ലാനിൽ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മളതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരുത്തി എന്നതിൻ്റെ ശേഷം നമ്മളൊരു ദിവസം തീരുമാനിച്ചിട്ട് കുറ്റിയടിക്കുന്നു. പിന്നെ നിങ്ങൾ ഇപ്പോൾ എല്ലാ ഘട്ടത്തിലും നമ്മൾ വിളിക്കാനും അന്വേഷിക്കാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്കൊരു കൃത്യമായ ഒരു രീതി ഉണ്ടാവും, അതിന് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പല ആളുകളും ഇപ്പോൾ നമുക്കറിയാലോ, നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ പോലും പിന്നെ കല്ല് വെക്കുന്ന ആൾ അവിടെ ജനൽ പറ്റുമോ ഇവിടെ ജനൽ പറ്റുമോ എന്ന് ചോദിക്കും. പ്ലംബിങ്ങേരൻ അവിടെ കുഴി ഒഴിക്കാൻ പറ്റുമോ ഇതിൽ പൈപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. കിച്ചൺ ചെയ്യുന്ന ആൾ, ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾ ഇവിടെ അടുപ്പ് വെക്കാൻ പറ്റുമോ അവിടെ അടുപ്പ് വെക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പിന്നീട് അപ്പം നമ്മളൊരു പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമുക്ക് പരിഗണിച്ച് ഇതിൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെയാണ്, ഇതിൻ്റെ ദിശ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാനം എങ്ങനെയാണ്, അപ്പോൾ ഈ സ്ഥാനത്തിനനുസരിച്ച് ഇങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പരിഗണിച്ച് നിങ്ങൾ പ്ലാൻ വരച്ച് നിങ്ങൾ റിക്വയർമെൻറ്റൊക്കെ സെറ്റാക്കി ചെയ്യുമ്പം നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവും. ഈ പിന്നീട് പൊളിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമ്മളല്ല, നിങ്ങൾ ആരെ വിളിച്ചിട്ടാണ് കുറ്റിയടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കുറ്റിയടിക്കുന്ന അന്നല്ല, അതിൻ്റെ മുന്നേ ഈ കുറ്റിയടിക്കുന്ന ആളെ ഒന്ന് സ്ഥലം കൊണ്ടുപോയി കാണണം. അയാൾക്ക് ഇതിലൊക്കെ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പരിഗണിക്കേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് വീട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം തന്നെ ആളെ കാണിച്ച് എന്നതിന് ശേഷമാണ് നിങ്ങൾ പ്ലാൻ വരയ്ക്കുന്ന കാര്യങ്ങൾ തുടങ്ങേണ്ടത്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് ചെയ്യാൻ തുടക്കം മുതലേ കറക്റ്റ് ഫോളോ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പല ആളുകളും വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്.
അതേപോലെ തന്നെ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. അതേപോലെ വീടെടുത്ത് താമസിച്ചിട്ട് തന്നെ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്, അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു പ്രശ്നങ്ങളൊക്കെ തീർത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിൽ അള്ളാഹു റഹ്മത്തും ബർക്കത്തും നൽകട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.